2022 ജനുവരി 21-ന് 3 സംസ്ഥാനങ്ങൾ അവരുടെ 50-ാം സംസ്ഥാന ദിനം ആചരിച്ചു. താഴെ പറയുന്നവയിൽ ഏതാണ് ആ 3 സംസ്ഥാനങ്ങളിൽ പെടാത്തത്? എ. മണിപ്പൂർ, ബി. മേഘാലയ, സി. നാഗാലാൻഡ്, ഡി. ത്രിപുര. 2022 ജനുവരി 21-ന് 3 സംസ്ഥാനങ്ങൾ അവരുടെ 50-ാം സംസ്ഥാന ദിനം ആചരിച്ചു. താഴെ പറയുന്നവയിൽ ഏതാണ് ഈ 3-ൽ 1 അല്ലാത്തത്? ഉത്തരം സി. നാഗാലാൻഡ്. ഇപ്പോൾ 3 സംസ്ഥാനങ്ങൾ 2022 ജനുവരി 21-ന് അവിടെ 50-ാം സംസ്ഥാന ദിനം ആചരിച്ച 3 സംസ്ഥാനങ്ങൾ ഏതാണെന്ന് വെച്ചാൽ മണിപ്പൂർ, മേഘാലയ, ത്രിപുരയാണ് ആ 3 സംസ്ഥാനങ്ങൾ. അതിൽ പെടാത്തതാണ് നാഗാലാൻഡ്. വ്യാവസായികവൽക്കരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ സാമ്പത്തിക വികസനത്തിന് ഒരു പദ്ധതി തയ്യാറാക്കുന്നതിനായി 1938 ദേശീയ ആസൂത്രണ സമിതി സ്ഥാപിക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ചത് ആര്? എ. മോത്തിലാൽ നെഹ്റു, ബി. സുഭാഷ് ചന്ദ്രബോസ്, സി. ബി.ജി. തിലക്, ഡി. മൗലാന അബ്ദുൽ കലാം ആസാദ്. വ്യാവസായികവൽക്കരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ സാമ്പത്തിക വികസനത്തിന് ഒരു പദ്ധതി തയ്യാറാക്കുന്നതിനായി 1938 ദേശീയ ആസൂത്രണ സമിതി, അതായത് ആസൂത്രണ കമ്മീഷന്റെ മുൻഗാമി, സ്ഥാപിക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ചത് ആരാണ്? ഉത്തരം ബി. സുഭാഷ് ചന്ദ്രബോസ്. വയനാട്ടിലെ കാടുകളിൽ 1812 കൊളോണിയൽ ആദിവാസി വിരുദ്ധ കലാപത്തിന് നേതൃത്വം നൽകിയത് ആര്? എ. രാമൻ നമ്പി, ബി. തലക്കൽ ചന്തു, സി. പഴശ്ശിരാജ, ഡി. എടച്ചേന കുങ്കൻ. വയനാട്ടിലെ കാടുകളിൽ 1812 കൊളോണിയൽ ആദിവാസി വിരുദ്ധ കലാപത്തിന് നേതൃത്വം നൽകിയത് ആര്? ഉത്തരം എ. രാമൻ നമ്പി. കല്ലുമാല സമരത്തിലെ അല്ലെങ്കിൽ പെരിനാട് കലാപത്തിലോ ഉൾപ്പെട്ട കേരളത്തിലെ സാമൂഹിക പരിഷ്കർത്താവ് ആര്? എ. ശ്രീനാരായണ ഗുരു, ബി. അയ്യങ്കാളി, സി. ചട്ടമ്പി സ്വാമികൾ, ഡി. സ്വാമി വിവേകാനന്ദൻ. കല്ലുമാല സമരത്തിലോ അല്ലെങ്കിൽ പെരിനാട് കലാപത്തിലോ ഉൾപ്പെട്ട കേരളത്തിലെ സാമൂഹിക പരിഷ്കർത്താവ് ആര്? ഉത്തരം ബി. അയ്യങ്കാളി. കേരളം സമ്പൂർണ്ണ സാക്ഷരതയുള്ള സംസ്ഥാനമായി പ്രഖ്യാപിച്ച വർഷം ഏത്? എ. 1990, ബി. 1992, സി. 1991, ഡി. 1959. കേരളം സമ്പൂർണ്ണ സാക്ഷരതയുള്ള സംസ്ഥാനമായി പ്രഖ്യാപിച്ച വർഷം ഏത്? ഉത്തരം സി. 1991. താഴെ പറയുന്നവയിൽ ഏതാണ് ഐക്യരാഷ്ട്രസഭയുടെ ഔദ്യോഗിക ഭാഷ അല്ലാത്തത്? എ. സ്പാനിഷ്, ബി. ഫ്രഞ്ച്, സി. അറബി, ഡി. പോർച്ചുഗീസ്. താഴെ പറയുന്നവയിൽ ഏതാണ് ഐക്യരാഷ്ട്രസഭയുടെ ഔദ്യോഗിക ഭാഷ അല്ലാത്തത്? ഉത്തരം ഡി. പോർച്ചുഗീസ്. ദേശീയ ജലപാത നിയമം 2016 പ്രകാരം കൊല്ലം മുതൽ കോട്ടപ്പുറം വരെ നീളുന്ന ദേശീയ ജലപാത 3 ഏത് സ്ഥലം വരെയാണ് നീട്ടിയത്? എ. തൃശൂർ, ബി. കണ്ണൂർ, സി. കോഴിക്കോട്, ഡി. മലപ്പുറം. ദേശീയ ജലപാത നിയമം 2016 പ്രകാരം കൊല്ലം മുതൽ കോട്ടപ്പുറം വരെ നീളുന്ന ദേശീയ ജലപാത 3 ഏത് സ്ഥലം വരെയാണ് നീട്ടിയത്? ഉത്തരം സി. കോഴിക്കോട്. 2024 പുതുവർഷ ദിനത്തിൽ 7.5 സ്കെയിൽ ഭൂകമ്പവും വിനാശകരമായ സുനാമിയും അനുഭവിച്ച നോട്ടോ ഏത് ഏഷ്യൻ രാജ്യത്താണ്? എ. ദക്ഷിണ കൊറിയ, ബി. അഫ്ഗാനിസ്ഥാൻ, സി. ഇന്ത്യ, ഡി. ജപ്പാൻ. 2024 പുതുവർഷ ദിനത്തിൽ 7.5 സ്കെയിൽ ഭൂകമ്പവും വിനാശകരമായ സുനാമിയും അനുഭവിച്ച നോട്ടോ ഏത് ഏഷ്യൻ രാജ്യത്താണ്? ഉത്തരം ഡി. ജപ്പാൻ.
ആദിവാസികൾക്കും ദളിതർക്കും പ്രത്യേക ശ്രദ്ധ നൽകിക്കൊണ്ട് സംസ്ഥാനത്തിനുള്ളിലെ പാർശ്വവൽക്കരിക്കപ്പെട്ട സമുദായങ്ങൾക്ക് സാമ്പത്തിക പിന്തുണ വർദ്ധിപ്പിക്കുന്നതിന് വാർദ്ധക്യ പെൻഷനുകളുടെ പ്രായപരിധി 60-ൽ നിന്ന് 50-ആയി കുറച്ച് സംസ്ഥാനം ഏത്? എ. ജാർഖണ്ഡ്, ബി. മഹാരാഷ്ട്ര, സി. ഒറീസ, ഡി. ഛത്തീസ്ഗഡ്. ആദിവാസികൾക്കും ദളിതർക്കും പ്രത്യേക ശ്രദ്ധ നൽകിക്കൊണ്ട് സംസ്ഥാനത്തിനുള്ളിലെ പാർശ്വവൽക്കരിക്കപ്പെട്ട സമുദായങ്ങൾക്ക് സാമ്പത്തിക പിന്തുണ വർദ്ധിപ്പിക്കുന്നതിന് വാർദ്ധക്യ പെൻഷനുകളുടെ പ്രായപരിധി 60-ൽ നിന്ന് 50-ആയി കുറച്ച സംസ്ഥാനം ഏത്? ഉത്തരം എ. ജാർഖണ്ഡ്. ആദ്യത്തെ വയലാർ അവാർഡ് നേടിയ പുസ്തകം ഏത്? എ. രണ്ടാമൂഴം, ബി. ഉമ്മാച്ചു, സി. അഗ്നിസാക്ഷി, ഡി. ഇനി ഞാൻ ഉറങ്ങട്ടെ. ആദ്യത്തെ വയലാർ അവാർഡ് നേടിയ പുസ്തകം ഏത്? ഉത്തരം സി. അഗ്നിസാക്ഷി. കേരളത്തിലെ ഏത് ജില്ലയിലാണ് തുഞ്ചൻ പറമ്പ് സ്ഥിതി ചെയ്യുന്നത്? എ. പാലക്കാട്, ബി. മലപ്പുറം, സി. കോഴിക്കോട്, ഡി. തൃശൂർ. കേരളത്തിലെ ഏത് ജില്ലയിലാണ് തുഞ്ചൻ പറമ്പ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം ബി. മലപ്പുറം. കാഞ്ചന സീത എന്ന സിനിമയുടെ സംവിധായകൻ ആരാണ്? എ. ജി. അരവിന്ദൻ, ബി. അടൂർ ഗോപാലകൃഷ്ണൻ, സി. പി. പത്മരാജൻ, ഡി. ഭരതൻ. കാഞ്ചന സീത എന്ന സിനിമയുടെ സംവിധായകൻ ആരാണ്? ഉത്തരം എ. ജി. അരവിന്ദൻ. കുമാരനാശാൻ അന്തരിച്ച വർഷം ഏത്? എ. 1922, ബി. 1924, സി. 1926, ഡി. 1928. കുമാരനാശാൻ അന്തരിച്ച വർഷം ഏത്? ഉത്തരം ബി. 1924. കാട്ടുകുതിര എന്ന സിനിമയുടെ തിരാകഥാകൃത്ത് ആരാണ്? എ. തകഴി ശിവശങ്കരൻ പിള്ള, ബി. പി. സി. കുട്ടിക്കൃഷ്ണൻ, സി. എസ്. എൽ. പൂരം സദാനന്ദൻ, ഡി. രാമു കാര്യാട്ട്. കാട്ടുകുതിര എന്ന സിനിമയുടെ തിരാകഥാകൃത്ത് ആരാണ്? ഉത്തരം സി. എസ്. എൽ. പൂരം സദാനന്ദൻ. ജി. ശങ്കരക്കുറുപ്പിൻ്റെ ഓടക്കുഴലിന് ആമുഖം എഴുതിയത് ആരാണ്? എ. എസ്. ഗുപ്തൻ നായർ, ബി. ജോസഫ് മുണ്ടശ്ശേരി, സി. എം. ലീലാവതി, ഡി. സുകുമാർ അഴീക്കോട്. ജി. ശങ്കരക്കുറുപ്പിൻ്റെ ഓടക്കുഴലിന് ആമുഖം എഴുതിയത് ആരാണ്? ഉത്തരം എ. എസ്. ഗുപ്തൻ നായർ. ഓസ്കാർ നേടിയ ആദ്യ മലയാളി ആരാണ്? എ. റസൂൽ പൂക്കുട്ടി, ബി. സത്യജിത്ത് റോ, സി. പി. ജെ. ആന്റണി, ഡി. എം. ടി. വാസുദേവൻ നായർ. ഓസ്കാർ നേടിയ ആദ്യ മലയാളി ആരാണ്? ഉത്തരം എ. റസൂൽ പൂക്കുട്ടി. പരിസ്ഥിതി ദിനമായി നാം ആചരിക്കുന്നത് എന്നാണ്? എ. ജൂൺ 1, ബി. ജൂൺ 5, സി. ജൂൺ 10, ഡി. ജൂൺ 25. പരിസ്ഥിതി ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ഉത്തരം ബി. ജൂൺ 5. പരിസ്ഥിതി ദിനമായി ആചരിക്കുന്നത് ജൂൺ 5. പരിസ്ഥിതി ദിനം ആദ്യമായി ആചരിച്ച വർഷം എന്ന്? എ. 1974 ജൂൺ 5, ബി. 1975 ജൂൺ 5, സി. 1976 ജൂൺ 5, ഡി. 1978 ജൂൺ 5. പരിസ്ഥിതി ദിനം ആദ്യമായി ആചരിച്ച വർഷം എന്ന്?
ഉത്തരം എ 1974 ജൂൺ 5. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? എ ആർ ശങ്കർ, ബി ആർ മിശ്ര, സി എം എസ് സ്വാമിനാഥൻ, ഡി തോംസൺ. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? ഉത്തരം സി എം എസ് സ്വാമിനാഥൻ. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് എം എസ് സ്വാമിനാഥൻ. ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? എ ആർ ശങ്കർ, ബി ആർ മിശ്ര, സി എം എസ് സ്വാമിനാഥൻ, ഡി തോംസൺ. ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? ഉത്തരം ബി ആർ മിശ്ര. ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആർ മിശ്ര. ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിൻ്റെ മാതാവ് എന്നറിയപ്പെടുന്നത് ആര്? ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിൻ്റെ മാതാവ് എന്നറിയപ്പെടുന്നത് ആര്? എ സുനിത നാരായണൻ, ബി പി വത്സല്യ, സി മേധ പട്കർ, ഡി പി ലക്ഷ്മി. ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിൻ്റെ മാതാവ് എന്നറിയപ്പെടുന്നത് ആര്? ഉത്തരം സി മേധ പട്കർ. ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിൻ്റെ മാതാവ് എന്നറിയപ്പെടുന്നത് മേധ പട്കർ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വനമുള്ള സംസ്ഥാനം ഏത്? എ കേരളം, ബി മധ്യപ്രദേശ്, സി കർണാടക, ഡി പശ്ചിമ ബംഗാൾ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വനമുള്ള സംസ്ഥാനം ഏത്? ഉത്തരം ബി മധ്യപ്രദേശ്. ഇന്ത്യയിൽ ഹരിത വിപ്ലവത്തിന് തുടക്കം കുറിച്ച വർഷം ഏത്? എ 1956, ബി 1960, സി 1967, ഡി 1966. ഇന്ത്യയിൽ ഹരിത വിപ്ലവത്തിന് തുടക്കം കുറിച്ച വർഷം ഏത്? ഉത്തരം ഡി 1966. മോദിനി പുരസ്കാരം ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? എ പരിസ്ഥിതി, ബി കായികം, സി കല, ഡി വനം. മോദിനി പുരസ്കാരം ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം എ പരിസ്ഥിതി. 1950 വനമഹോത്സവത്തിന് തുടക്കം കുറിച്ചത് ആര്? എ മേധ പട്കർ, ബി കെ എം മുൻഷി, സി എം എസ് സ്വാമിനാഥൻ, ഡി സുനിത നാരായണൻ. 1950 വനമഹോത്സവത്തിന് തുടക്കം കുറിച്ചത് ആര്? ഉത്തരം ബി കെ എം മുൻഷി. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കണ്ടൽ വനം ഉള്ള സംസ്ഥാനം ഏത്? എ പശ്ചിമ ബംഗാൾ, ബി കേരളം, സി ഒറീസ, ഡി രാജസ്ഥാൻ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കണ്ടൽ വനം ഉള്ള സംസ്ഥാനം ഏത്? ഉത്തരം എ പശ്ചിമ ബംഗാൾ. 2020 ലോക പരിസ്ഥിതി ദിന സന്ദേശം എന്താണ്? എ ജൈവ വൈവിധ്യം ആഘോഷിക്കുക, ബി പ്ലാസ്റ്റിക് മലിനീകരണത്തെ തടയുക, സി പ്ലാസ്റ്റിക് മലിനീകരണം അവസാനിപ്പിക്കുന്നു, ഡി ഒരേയൊരു ഭൂമി. 2020 ലോക പരിസ്ഥിതി ദിന സന്ദേശം എന്താണ്? ഉത്തരം എ ജൈവ വൈവിധ്യം ആഘോഷിക്കുക. 2025 പരിസ്ഥിതി ദിന പ്രമേയം എന്ത്? 2025 പരിസ്ഥിതി ദിന പ്രമേയം എന്ത്? എ ജൈവ വൈവിധ്യം ആഘോഷിക്കുക, ബി പ്ലാസ്റ്റിക് മലിനീകരണത്തെ തടയുക, സി പ്ലാസ്റ്റിക് മലിനീകരണം അവസാനിപ്പിക്കുന്നു, ഡി ഒരേയൊരു ഭൂമി. 2025 പരിസ്ഥിതി ദിന പ്രമേയം എന്ത്? ഉത്തരം സി പ്ലാസ്റ്റിക് മലിനീകരണം അവസാനിപ്പിക്കുന്നു. എൻഡിങ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ.
വന്യജീവി സംരക്ഷണത്തിനു വേണ്ടി ആദ്യമായി നിയമം കൊണ്ടുവന്ന ചക്രവർത്തി ആര്? എ. ജഹാംഗീർ, ബി. ബഹദൂർ ഷാ, സി. ബാബർ, ഡി. അശോകൻ. വന്യജീവി സംരക്ഷണത്തിനു വേണ്ടി ആദ്യമായി നിയമം കൊണ്ടുവന്ന ചക്രവർത്തി ആര്? ഉത്തരം ഡി. അശോകൻ. പെൺകുഞ്ഞിന്റെ ജനനം വൃക്ഷത്തൈകൾ നട്ട് ആഘോഷിക്കുന്ന ഇന്ത്യയിലെ ഗ്രാമം ഏത്? എ. രാജസ്ഥാൻ, ബി. കേരളം, സി. ഹരിയാന, ഡി. ഒറീസ. പെൺകുഞ്ഞിന്റെ ജനനം വൃക്ഷത്തൈകൾ നട്ട് ആഘോഷിക്കുന്ന ഇന്ത്യയിലെ ഗ്രാമം ഏത്? ഉത്തരം എ. രാജസ്ഥാൻ. രാജസ്ഥാനിലെ പിപ്പലാന്ദ്രി എന്ന ഗ്രാമത്തിലാണ് പെൺകുഞ്ഞിന്റെ ജനനം വൃക്ഷത്തൈകൾ നട്ട് ആഘോഷിക്കുന്നത്. പരിസ്ഥിതി പ്രസ്ഥാനങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്ന പ്രസ്ഥാനം ഏത്? എ. അപിക്കോ പ്രസ്ഥാനം, ബി. ചിപ്കോ പ്രസ്ഥാനം, സി. നർമദാ ബച്ചോ ആന്തോളൻ, ഡി. സൈലന്റ് വാലി പ്രസ്ഥാനം. പരിസ്ഥിതി പ്രസ്ഥാനങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്ന പ്രസ്ഥാനം ഏത്? ഉത്തരം ബി. ചിപ്കോ പ്രസ്ഥാനം. ചിന്നാർ സംരക്ഷണ മേഖല ഏത് ജില്ലയിലാണ്? എ. ഇടുക്കി, ബി. വയനാട്, സി. പാലക്കാട്, ഡി. മലപ്പുറം. ചിന്നാർ സംരക്ഷണ മേഖല ഏത് ജില്ലയിലാണ്? ഉത്തരം എ. ഇടുക്കി. സമാധാനത്തിന്റെ പ്രകൃതമായി കരുതപ്പെടുന്ന പക്ഷി ഏതാണ്? എ. മൈന, ബി. കുയിൽ, സി. പ്രാവ്, ഡി. പരുന്ത്. സമാധാനത്തിന്റെ പ്രകൃതമായി കരുതപ്പെടുന്ന പക്ഷി ഏതാണ്? ഉത്തരം സി. പ്രാവ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ബയോസ്ഫിയർ റിസർവ് ഏത് സംസ്ഥാനത്താണ്? എ. ഗുജറാത്ത്, ബി. രാജസ്ഥാൻ, സി. മുംബൈ, ഡി. ഡൽഹി. ഇന്ത്യയിലെ ഏറ്റവും വലിയ ബയോസ്ഫിയർ റിസർവ് ഏത് സംസ്ഥാനത്താണ്? ഉത്തരം എ. ഗുജറാത്ത്. ലോക തണ്ണീർത്തട ദിനം എന്ന്? എ. ഫെബ്രുവരി 10, ബി. ഫെബ്രുവരി 2, സി. ഒക്ടോബർ 22, ഡി. ഒക്ടോബർ 16. ലോക തണ്ണീർത്തട ദിനം എന്ന്? ഉത്തരം ബി. ഫെബ്രുവരി 2. ഓസോൺ ദിനമായി ആചരിക്കുന്നത് എന്ന്? എ. ഫെബ്രുവരി 10, ബി. ഫെബ്രുവരി 2, സി. ഒക്ടോബർ 22, ഡി. ഒക്ടോബർ 16. ഓസോൺ ദിനമായി ആചരിക്കുന്നത് എന്ന്? ഉത്തരം ഡി. ഒക്ടോബർ 16. സാല വൃക്ഷങ്ങൾക്ക് പേരുകേട്ട ദേശീയോദ്യാനം എവിടെ? സാല വൃക്ഷങ്ങൾക്ക് പേരുകേട്ട ദേശീയോദ്യാനം എവിടെ? ഉത്തരം ഡി. ഉത്തരാഖണ്ഡ്. ഉത്തരാഖണ്ഡിലെ തൂങ്ങ ദേശീയോദ്യാനമാണ്. ഇന്ത്യയിലെ ആദ്യ ജല മ്യൂസിയം എവിടെയാണ്? എ. തമിഴ്നാട്, ബി. കേരളം, സി. പഞ്ചാബ്, ഡി. ഉത്തരാഖണ്ഡ്. ഇന്ത്യയിലെ ആദ്യ ജല മ്യൂസിയം എവിടെയാണ്? ഉത്തരം ബി. കേരളം. കേരള സംസ്ഥാനത്തെ കോഴിക്കോട് ജില്ലയിലാണ് പെരിങ്ങളം എന്ന സ്ഥലത്താണ് ഇന്ത്യയിലെ ആദ്യ ജല മ്യൂസിയം. ഇന്ദിരാഗാന്ധി നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് എവിടെ? എ. തമിഴ്നാട്, ബി. കേരളം, സി. പഞ്ചാബ്, ഡി. ഉത്തരാഖണ്ഡ്. ഇന്ദിരാഗാന്ധി നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഉത്തരം സി. തമിഴ്നാട്. തമിഴ്നാട്ടിലെ അണ്ണമാൽ കുന്നുകളിലാണ് ഇന്ദിരാഗാന്ധി നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയുടെ ധാന്യപുര എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏത്? ഇന്ത്യയുടെ ധാന്യപുര എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏത്? ഉത്തരം സി. പഞ്ചാബ്. ഇന്ത്യയുടെ ധാന്യപുര എന്നറിയപ്പെടുന്ന സംസ്ഥാനം പഞ്ചാബ്.
കമ്പ്യൂട്ടർ എന്ന പദം ഏതു ഭാഷയിൽ നിന്നാണ് ഉത്ഭവിച്ചത്? എ. ഗ്രീക്ക്, ബി. ലാറ്റിൻ, സി. ഇംഗ്ലീഷ്, ഡി. അറബി. കമ്പ്യൂട്ടർ എന്ന പദം ഏതു ഭാഷയിൽ നിന്നാണ് ഉത്ഭവിച്ചത്? ഉത്തരം ബി. ലാറ്റിൻ. കമ്പ്യൂട്ടർ എന്ന പദം ഏതു ഭാഷയിൽ നിന്നാണ് ഉത്ഭവിച്ചത്? ഉത്തരം ബി. ലാറ്റിൻ. ഇന്ത്യയിലെ വോട്ടിംഗ് പ്രായം എത്രയാണ്? എ. 18, ബി. 21, സി. 23, ഡി. 30. ഇന്ത്യയിലെ വോട്ടിംഗ് പ്രായം എത്രയാണ്? ഉത്തരം എ. 18. ഇന്ത്യയിൽ ആദ്യമായി ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഉപയോഗിച്ച് തിരഞ്ഞെടുപ്പ് നടന്ന സംസ്ഥാനം ഏത്? എ. തമിഴ്നാട്, ബി. ഡൽഹി, സി. കേരളം, ഡി. മുംബൈ. ഇന്ത്യയിൽ ആദ്യമായി ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഉപയോഗിച്ച് തിരഞ്ഞെടുപ്പ് നടന്ന സംസ്ഥാനം ഏത്? ഉത്തരം സി. കേരളം. പേർഷ്യൻ, ഹിന്ദി ഭാഷകൾ തമ്മിലുള്ള ബന്ധത്തിൻ്റെ ഫലമായി ഉടലെടുത്ത പുതിയ ഭാഷ ഏത്? എ. മലയാളം, ബി. ഇംഗ്ലീഷ്, സി. ലാറ്റിൻ, ഡി. ഉറുദു. പേർഷ്യൻ, ഹിന്ദി ഭാഷകൾ തമ്മിലുള്ള ബന്ധത്തിൻ്റെ ഫലമായി ഉടലെടുത്ത പുതിയ ഭാഷ ഏത്? ഉത്തരം ഡി. ഉറുദു. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നത് എന്നാണ്? എ. 1950 ജനുവരി 26, ബി. 1950 ജനുവരി 22, സി. 1950 ജനുവരി 30, ഡി. 1950 നവംബർ 26. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നത് എന്നാണ്? ഉത്തരം എ. 1950 ജനുവരി 26. ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്നത് ആര്? എ. ഡോക്ടർ ബി.ആർ. അംബേദ്കർ, ബി. രാജേന്ദ്ര പ്രസാദ്, സി. ജെ.ബി. കൃപലാനി, ഡി. ജെ.ജെ. തോംസൺ. ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്നത് ആര്? ഉത്തരം എ. ഡോക്ടർ ബി.ആർ. അംബേദ്കർ. ഏറ്റവും അധികം ലോകസഭാ മണ്ഡലങ്ങൾ ഉള്ള സംസ്ഥാനം ഏത്? എ. മധ്യപ്രദേശ്, ബി. ഉത്തർപ്രദേശ്, സി. കേരളം, ഡി. തമിഴ്നാട്. ഏറ്റവും അധികം ലോകസഭാ മണ്ഡലങ്ങളുള്ള സംസ്ഥാനം ഏത്? ഉത്തരം ബി. ഉത്തർപ്രദേശ്. ഭരണഘടന അംഗീകരിച്ചിട്ടുള്ള മൗലിക അവകാശങ്ങൾ എത്രയാണ്? എ. 5, ബി. 6, സി. 10, ഡി. 12. ഭരണഘടന അംഗീകരിച്ചിട്ടുള്ള മൗലിക അവകാശങ്ങൾ എത്രയാണ്? ഉത്തരം ബി. 6. ഇന്ത്യയിലെ വോട്ടിംഗ് പ്രായം 21 വയസ്സിൽ നിന്നും 18 വയസ്സായി കുറച്ച വർഷം ഏത്? എ. 1986, ബി. 1988, സി. 1987, ഡി. 1989. ഇന്ത്യയിലെ വോട്ടിംഗ് പ്രായം 21 വയസ്സിൽ നിന്നും 18 വയസ്സായി കുറച്ച വർഷം ഏത്? ഉത്തരം ഡി. 1989. വിദേശ രാജ്യങ്ങളിലേക്കുള്ള നയതന്ത്ര പ്രതിനിധികളായ അംബാസഡർമാരെ നിയമിക്കുന്നത് ആര്? എ. ഉപരാഷ്ട്രപതി, ബി. ജഡ്ജി, സി. രാഷ്ട്രപതി, ഡി. ഗവർണർ. വിദേശ രാജ്യങ്ങളിലേക്കുള്ള നയതന്ത്രപരമായ പ്രതിനിധികളായ അംബാസഡർമാരെ നിയമിക്കുന്നത് ആര്? ഉത്തരം സി. രാഷ്ട്രപതി. കിഴക്കോട്ട് ഒഴുകുന്നവയിൽ ഏറ്റവും വലിയ നദി ഏത്? എ. കബനി, ബി. പാമ്പാർ, സി. നെയ്യാർ, ഡി. ഭവാനി. കിഴക്കോട്ട് ഒഴുകുന്നവയിൽ ഏറ്റവും വലിയ നദി ഏത്?
ഉത്തരം എ കബനി. കേരളത്തിൽ എത്ര നദികളാണ് ഉള്ളത്? എ 3, ബി 44, സി 50, ഡി 68. കേരളത്തിൽ എത്ര നദികളാണ് ഉള്ളത്? ഉത്തരം ബി 44. കിഴക്കോട്ട് ഒഴുകുന്ന നദികളിൽ ഏറ്റവും ചെറിയ നദി ഏത്? എ നെയ്യാർ, ബി മണിമലയാർ, സി പാമ്പാർ, ഡി ചാലക്കുടി പുഴ. കിഴക്കോട്ട് ഒഴുകുന്ന നദികളിൽ ഏറ്റവും ചെറിയ നദി ഏത്? ഉത്തരം സി പാമ്പാർ. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഏത്? എ പമ്പ, ബി ചാലിയാർ, സി ചാലക്കുടി പുഴ, ഡി പെരിയാർ. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഏത്? ഉത്തരം ഡി പെരിയാർ. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദിയായ പെരിയാറിൻ്റെ നീളം 244 കിലോമീറ്ററാണ്. ഇത് എത്ര മൈൽ ആണ്? എ 152 മൈൽ, ബി 155 മൈൽ, സി 159 മൈൽ, ഡി 160 മൈൽ. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദിയായ പെരിയാറിൻ്റെ നീളം 244 കിലോമീറ്ററാണ്. ഇത് എത്ര മൈൽ ആണ്? ഉത്തരം എ 152 മൈൽ. ഏത് നദിയിലാണ് കുറുവ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത്? എ ഭവാനി, ബി പാമ്പാർ, സി കബനി, ഡി കുന്തിപ്പുഴ. ഏത് നദിയിലാണ് കുറുവ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം സി കബനി. തിരുവിതാംകൂറിൽ അലോപ്പതി ചികിത്സാ സമ്പ്രദായം ആരംഭിച്ച ഭരണാധികാരി ആര്? എ സോദി തിരുനാൾ, ബി ഗൗരി ലക്ഷ്മി ബായ്, സി ഗൗരി പാർവതി ബായ്, ഡി ധർമ്മരാജ. തിരുവിതാംകൂറിൽ അലോപ്പതി ചികിത്സാ സമ്പ്രദായം ആരംഭിച്ച ഭരണാധികാരി ആര്? ഉത്തരം ബി ഗൗരി ലക്ഷ്മി ബായ്. വ്യവസായം ഉൾപ്പെടുന്നത് സമ്പദ് വ്യവസ്ഥയിലെ ഏതു മേഖലയിലാണ്? എ സേവന മേഖല, ബി പ്രാഥമിക മേഖല, ഡി ദ്വിതീയ മേഖല, സി തൃതീയ മേഖല. വ്യവസായം ഉൾപ്പെടുന്നത് സമ്പദ് വ്യവസ്ഥയിലെ ഏതു മേഖലയിലാണ്? ഉത്തരം സി ദ്വിതീയ മേഖല. ഗവൺമെൻറ്റിൻ്റെ സേവനങ്ങൾ ജനങ്ങളിലേക്ക് എത്തുന്നത് ആരിലൂടെയാണ്? എ മന്ത്രിസഭ, ബി പഞ്ചായത്ത്, സി കോടതി, ഡി ഉദ്യോഗസ്ഥ വൃന്ദം. ഗവൺമെൻറ്റിൻ്റെ സേവനങ്ങൾ ജനങ്ങളിലേക്ക് എത്തുന്നത് ആരിലൂടെയാണ്? ഉത്തരം ഡി ഉദ്യോഗസ്ഥ വൃന്ദം. അമേരിക്കൻ കോളനികൾ ഇംഗ്ലണ്ടിൽ നിന്ന് സ്വാതന്ത്ര്യം നേടുന്നതിന് കാരണമായ ഉടമ്പടി ഏത്? എ പാരീസ് ഉടമ്പടി, ബി മോസ്കോ ഉടമ്പടി, സി വ്യവസായ ഉടമ്പടി, ഡി ബോസ്റ്റൺ ഉടമ്പടി. അമേരിക്കൻ കോളനികൾ ഇംഗ്ലണ്ടിൽ നിന്ന് സ്വാതന്ത്ര്യം നേടുന്നതിനു കാരണമായ ഉടമ്പടി ഏത്? ഉത്തരം എ പാരീസ് ഉടമ്പടി. പാർലമെൻറ്റിൻ്റെ സംയുക്ത സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കേണ്ടത് ആര്? എ രാഷ്ട്രപതി, ബി ലോക്സഭാ സ്പീക്കർ, സി ഉപരാഷ്ട്രപതി, ഡി രാജ്യസഭ അധ്യക്ഷൻ. പാർലമെൻറ്റിൻ്റെ സംയുക്ത സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കേണ്ടത് ആര്? ഉത്തരം ബി ലോക്സഭാ സ്പീക്കർ. ഭഗത് സിംഗിൻ്റെ സ്മാരകമായ ഭഗത് സിംഗ് ചൗക്ക് സ്ഥിതി ചെയ്യുന്നത് എവിടെ? എ ലാഹോർ, ബി അമൃത്സർ, സി റാവൽപിണ്ടി, ഡി ഗുരുദാസ്പൂർ. ഭഗത് സിംഗിൻ്റെ സ്മാരകമായ ഭഗത് സിംഗ് ചൗക്ക് സ്ഥിതി ചെയ്യുന്നത് എവിടെ?
ഉത്തരം എ ലാഹോർ. പശ്ചിമതീര സമതലത്തിൻ്റെ മധ്യഭാഗം ഏതു പേരിൽ അറിയപ്പെടുന്നു? എ മലബാർ തീരം, ബി സിർക്കാർ തീരം, സി കോറമാണ്ടൽ തീരം, ഡി കൊങ്കൺ തീരം. പശ്ചിമതീര സമതലത്തിൻ്റെ മധ്യഭാഗം ഏതു പേരിൽ അറിയപ്പെടുന്നു? ഉത്തരം ഡി കൊങ്കൺ തീരം. ഇന്ത്യയിൽ സാമ്പത്തിക ആസൂത്രണ സംവിധാനമായ നീതി ആയോഗ് നിലവിൽ വന്നത് എന്ന്? എ 2015 ഏപ്രിൽ 1, ബി 2015 ജനുവരി 1, സി 2015 ജൂലൈ 1, ഡി 2015 ഒക്ടോബർ 1. ഇന്ത്യയിൽ സാമ്പത്തിക ആസൂത്രണ സംവിധാനമായ നീതി ആയോഗ് നിലവിൽ വന്നതെന്ന്? ഉത്തരം ബി 2015 ജനുവരി 1. നയൻകാര, അയ്യഗാർ എന്നീ ഭരണരീതികൾ പിന്തുടർന്നിരുന്ന സാമ്രാജ്യം ഏത്? എ മറാത്ത സാമ്രാജ്യം, ബി മുഗൾ സാമ്രാജ്യം, സി വിജയനഗര സാമ്രാജ്യം, ഡി ബാമിനി സാമ്രാജ്യം. നയൻകാര, അയ്യഗാർ എന്നീ ഭരണരീതികൾ പിന്തുടർന്നിരുന്ന സാമ്രാജ്യം ഏത്? ഉത്തരം സി വിജയനഗര സാമ്രാജ്യം. ധരാതലീയ ഭൂപടങ്ങളിലെ നോർത്ത് ഗീസ് ഏതു ദിശയിൽ വരച്ചിരിക്കുന്ന രേഖകളാണ്? എ കിഴക്ക് പടിഞ്ഞാറ്, ബി തെക്ക് പടിഞ്ഞാറ്, സി വടക്ക് കിഴക്ക്, ഡി തെക്ക് കിഴക്ക്. ധരാതലീയ ഭൂപടങ്ങളിലെ നോർത്ത് ഗീസ് ഏതു ദിശയിൽ വരച്ചിരിക്കുന്ന രേഖകളാണ്? ഉത്തരം ഡി തെക്ക് കിഴക്ക്. മൂന്നാം പഞ്ചവത്സര പദ്ധതി കാലത്ത് തുടക്കം കുറിച്ച പ്രവർത്തനം? എ ഹരിത വിപ്ലവം, ബി ഗരീബി ഹഠാവോ, സി വ്യവസായവൽക്കരണം, ഡി പുത്തൻ സാമ്പത്തിക നയം. മൂന്നാം പഞ്ചവത്സര പദ്ധതി കാലത്ത് തുടക്കം കുറിച്ച പ്രവർത്തനം ഏത്? ഉത്തരം എ ഹരിത വിപ്ലവം. ഇടുക്കി ഡാമിൻ്റെ പരമാവധി ജലസംഭരണ ശേഷി എത്ര അടിയാണ്? എ 2034 അടി, ബി 2430 അടി, സി 2403 അടി, ഡി 2340 അടി. ഇടുക്കി ഡാമിൻ്റെ പരമാവധി ജലസംഭരണ ശേഷി എത്ര അടിയാണ്? ഉത്തരം സി 2403 അടി. ദേശീയ തലത്തിൽ അഴിമതി തടയുന്നതിനു വേണ്ടി രൂപീകരിക്കപ്പെട്ട സ്ഥാപനം ഏത്? എ ഓംബുഡ്സ്മാൻ, ബി വിജിലൻസ് കമ്മീഷൻ, സി ലോകായുക്ത, ഡി ലോക്പാൽ. ദേശീയ തലത്തിൽ അഴിമതി തടയുന്നതിനു വേണ്ടി രൂപീകരിക്കപ്പെട്ടിരിക്കുന്ന സ്ഥാപനം ഏത്? ഉത്തരം ഡി ലോക്പാൽ. ഭൂമിയുടെ ഉൾഭാഗത്തുള്ള അകക്കാമ്പ് ഏത് അവസ്ഥയിലാണ് സ്ഥിതി ചെയ്യുന്നത്? എ ഖരം, ബി ദ്രാവകം, സി വാതകം, ഡി പ്ലാസ്മ. ഭൂമിയുടെ ഉൾഭാഗത്തുള്ള അകക്കാമ്പ് ഏത് അവസ്ഥയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം എ ഖരം. പോസ്കോ നിയമം കേരളത്തിൽ നിലവിൽ വന്ന വർഷം ഏത്? എ 2019, ബി 2011, സി 2012, ഡി 2013. പോസ്കോ നിയമം കേരളത്തിൽ നിലവിൽ വന്ന വർഷം ഏത്? ഉത്തരം സി 2012. പോസ്കോ നിയമം കേരളത്തിൽ നിലവിൽ വന്ന വർഷം 2012-ലാണ്. ഇന്ത്യയിൽ GST ബിൽ പാസാക്കിയ ആദ്യ സംസ്ഥാനം ഏത്? എ ബീഹാർ, ബി കേരളം, സി ഒഡീഷ, ഡി ആസാം. ഇന്ത്യയിൽ GST ബിൽ പാസാക്കിയ ആദ്യ സംസ്ഥാനം ഏത്? ഉത്തരം ഡി ആസാം.
ജാതി വ്യവസ്ഥക്കും തൊട്ടുകൂടായ്മക്കും എതിരെ പരാമർശമുള്ള ആദ്യ മലയാള കൃതി ഏത്? എ. ജാതി ലക്ഷണം, ബി. ജാതി കുമ്മി, സി. ഈശ്വര വിചാരം, ഡി. ജാതി മീമാംസ. ജാതി വ്യവസ്ഥക്കും തൊട്ടുകൂടായ്മക്കും എതിരെ പരാമർശമുള്ള ആദ്യ മലയാള കൃതി ഏത്? ഉത്തരം ബി. ജാതി കുമ്മി. 1921 നിലവിൽ വന്ന ഇംപീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ പേര് എന്ത്? എ. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, ബി. പഞ്ചാബ് നാഷണൽ ബാങ്ക്, സി. യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ, ഡി. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. 1921 നിലവിൽ വന്ന ഇംപീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ പേര് എന്ത്? ഉത്തരം എ. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. പേശീകോശത്തിൻ്റെ അടിസ്ഥാന സങ്കോച യൂണിറ്റുകളാണ് എ. ഫാസിക്കിൾ, ബി. മയോഫൈബ്രിൻ, സി. സർക്കോമിയർ, ഡി. ആക്റ്റിൻ. പേശീകോശത്തിൻ്റെ അടിസ്ഥാന സങ്കോച യൂണിറ്റുകളാണ് ഉത്തരം സി. സർക്കോമിയർ. യുവത്വ ഹോർമോൺ എന്നറിയപ്പെടുന്ന ഹോർമോൺ ഏത്? എ. കോർട്ടിസോൾ, ബി. തൈമോസിൻ, സി. ഇൻസുലിൻ, ഡി. വാസോപ്രസിൻ. യുവത്വ ഹോർമോൺ എന്നറിയപ്പെടുന്ന ഹോർമോൺ ഏത്? ഉത്തരം ബി. തൈമോസിൻ. ഷഡ്പദങ്ങളുടെ വിസർജ്യ വസ്തു എ. യൂറിയ, ബി. അമോണിയ, സി. ജലം, ഡി. യൂറിക് ആസിഡ്. ഷഡ്പദങ്ങളുടെ വിസർജ്യ വസ്തു ഉത്തരം ഡി. യൂറിക് ആസിഡ്. തേവര പാലം ഏത് നദിക്കു കുറുകെയാണ് സ്ഥിതി ചെയ്യുന്നത്? എ. പെരിയാർ, ബി. വളപട്ടണം, സി. ചാലിയാർ, ഡി. മണിമലയാർ. തേവര പാലം ഏത് നദിക്കു കുറുകെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം എ. പെരിയാർ. കേരളത്തിലെ നദികളിൽ വൈദ്യുതോൽപാദനം ഏറ്റവും കൂടുതൽ നടക്കുന്നത് ഏത് നദിയിലാണ്? എ. ചാലിയാർ, ബി. ഭാരതപ്പുഴ, സി. പെരിയാർ, ഡി. പാമ്പാർ. കേരളത്തിലെ നദികളിൽ വൈദ്യുതോൽപാദനം ഏറ്റവും കൂടുതൽ നടക്കുന്നത് ഏത് നദിയിലാണ്? ഉത്തരം സി. പെരിയാർ. കാലടി ശങ്കരാചാര്യരുടെ ജന്മസ്ഥലം താഴെ പറയുന്നവയിൽ ഏത് നദിയുടെ തീരത്താണ്? എ. പമ്പ, ബി. പെരിയാർ, സി. ഭാരതപ്പുഴ, ഡി. ചാലിയാർ. കാലടി ശങ്കരാചാര്യരുടെ ജന്മസ്ഥലം താഴെ പറയുന്ന ഏത് നദിയുടെ തീരത്താണ്? ഉത്തരം ബി. പെരിയാർ. കേരളത്തിലെ ഏറ്റവും ജനസംഖ്യ കുറഞ്ഞ ജില്ല ഏത്? എ. കോഴിക്കോട്, ബി. മലപ്പുറം, സി. വയനാട്, ഡി. കോട്ടയം. കേരളത്തിലെ ഏറ്റവും ജനസംഖ്യ കുറഞ്ഞ ജില്ല ഏത്? ഉത്തരം സി. വയനാട്. ജലജീവികളിൽ ഏറ്റവും കൂടുതൽ കാലം ആയുസ്സുള്ള സസ്തനം ഏത്? എ. നീലത്തിമിംഗലം, ബി. കരിമീൻ, സി. ഞണ്ട്, ഡി. നീരാളി. ജലജീവികളിൽ ഏറ്റവും കൂടുതൽ കാലം ആയുസ്സുള്ള സസ്തനം ഏത്? ഉത്തരം എ. നീലത്തിമിംഗലം. ചെവി ഉപയോഗിച്ച് ഇരുട്ടിൻ മുന്നിലെ തടസ്സങ്ങൾ തിരിച്ചറിയുന്ന ജീവി ഏത്? എ. കൊക്ക്, ബി. വവ്വാൽ, സി. കാക്ക, ഡി. പരുന്ത്. ചെവി ഉപയോഗിച്ച് ഇരുട്ടിൻ മുന്നിലെ തടസ്സങ്ങൾ തിരിച്ചറിയുന്ന ജീവി ഏത്? ഉത്തരം എ. വവ്വാൽ. അൾട്രാസോണിക്
തരംഗങ്ങൾ ഉപയോഗിച്ച് ഇരുട്ടത്ത് പറക്കുന്ന ജീവി ഏത്? എ. കൊക്ക്, ബി. വവ്വാൽ, സി. കാക്ക, ഡി. പരുന്ത്. അൾട്രാസോണിക് തരംഗങ്ങൾ ഉപയോഗിച്ച് ഇരുട്ടത്ത് പറക്കുന്ന ജീവി ഏത്? ഉത്തരം ബി. വവ്വാൽ. പറക്കുന്ന കുറുക്കൻ എന്നറിയപ്പെടുന്നത് എന്ത്? എ. കൊക്ക്, ബി. വവ്വാൽ, സി. കാക്ക, ഡി. പരുന്ത്. പറക്കുന്ന കുറുക്കൻ എന്നറിയപ്പെടുന്നത് എന്ത്? ഉത്തരം ബി. വവ്വാൽ. വെളുത്ത സ്വർണം എന്ന് വിളിക്കപ്പെടുന്ന നാണ്യവിള ഏത്? എ. കശുവണ്ടി, ബി. ഗ്രാമ്പു, സി. കുങ്കുമം, ഡി. കുരുമുളക്. വെളുത്ത സ്വർണം എന്ന് വിളിക്കപ്പെടുന്ന നാണ്യവിള ഏത്? ഉത്തരം എ. കശുവണ്ടി. കേരളത്തിൽ ഏറ്റവും കൂടുതൽ സ്ഥലത്ത് കൃഷി ചെയ്യപ്പെടുന്ന ധാന്യവിള ഏത്? എ. ഗോതമ്പ്, ബി. നെല്ല്, സി. ബാർലി, ഡി. ഓട്സ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ സ്ഥലത്ത് കൃഷി ചെയ്യപ്പെടുന്ന ധാന്യവിള ഏത്? ഉത്തരം ബി. നെല്ല്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിസ്തീർണത്തിൽ കൃഷി ചെയ്യപ്പെടുന്ന വിള ഏത്? എ. ഗോതമ്പ്, ബി. നെല്ല്, സി. ബാർലി, ഡി. ഓട്സ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിസ്തീർണത്തിൽ കൃഷി ചെയ്യപ്പെടുന്ന വിള ഏത്? ഉത്തരം ബി. നെല്ല്. ഏറ്റവും വലിപ്പം കൂടിയ കുഞ്ഞിനെ പ്രസവിക്കുന്ന ജീവി ഏത്? എ. കരിമീൻ, ബി. ഞണ്ട്, സി. നീലത്തിമിംഗലം, ഡി. നീരാളി. ഏറ്റവും വലിപ്പം കൂടിയ കുഞ്ഞിനെ പ്രസവിക്കുന്ന ജീവി ഏത്? ഉത്തരം സി. നീലത്തിമിംഗലം. ഏറ്റവും ഉച്ചത്തിൽ ശബ്ദം ഉണ്ടാക്കുന്ന ജലജീവി ഏത്? എ. കരിമീൻ, ബി. ഞണ്ട്, സി. നീലത്തിമിംഗലം, ഡി. നീരാളി. ഏറ്റവും ഉച്ചത്തിൽ ശബ്ദം ഉണ്ടാക്കുന്ന ജലജീവി ഏത്? ഉത്തരം സി. നീലത്തിമിംഗലം. ആസാമിൻ്റെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി ഏത്? എ. പെരിയാർ, ബി. ഗംഗ, സി. യമുന, ഡി. ബ്രഹ്മപുത്ര. ആസാമിൻ്റെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി ഏത്? ഉത്തരം ഡി. ബ്രഹ്മപുത്ര. ആസാമിലെ ഏറ്റവും നീളം കൂടിയ നദി ഏത്? എ. പെരിയാർ, ബി. ഗംഗ, സി. യമുന, ഡി. ബ്രഹ്മപുത്ര. ഉത്തരം ഡി. ബ്രഹ്മപുത്ര. കേരളത്തിലെ 2 ജില്ലകളിലൂടെയാണ് പെരിയാർ ഒഴുകുന്നത്. ആ 2 ജില്ലകൾ ഏവ? എ. വയനാട് ഇടുക്കി, ബി. ഇടുക്കി എറണാകുളം, സി. കോട്ടയം എറണാകുളം, ഡി. തൃശ്ശൂർ ഇടുക്കി. കേരളത്തിലെ 2 ജില്ലകളിലൂടെയാണ് പെരിയാർ ഒഴുകുന്നത്. ആ 2 ജില്ലകൾ ഏവ? ഉത്തരം ബി. ഇടുക്കി എറണാകുളം. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഏത്? എ. ചാലിയാർ, ബി. ഭാരതപ്പുഴ, സി. പെരിയാർ, ഡി. പമ്പ. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഏത്? ഉത്തരം സി. പെരിയാർ. കേരളത്തിലെ രണ്ടാമത്തെ ഏറ്റവും നീളം കൂടിയ നദി ഏത്? എ. ചാലിയാർ, ബി. ഭാരതപ്പുഴ, സി. പെരിയാർ, ഡി. പമ്പ. കേരളത്തിലെ രണ്ടാമത്തെ ഏറ്റവും നീളം കൂടിയ നദി ഏത്?
ഉത്തരം ബി ഭാരതപ്പുഴ. കേരളത്തിലെ രണ്ടാമത്തെ ഏറ്റവും നീളം കൂടിയ നദി. ഉത്തരം ബി ഭാരതപ്പുഴ. താഴെ തന്നിരിക്കുന്നതിൽ ഏത് ജില്ലയിലൂടെയാണ് ഭാരതപ്പുഴ ഒഴുകാത്തത്? എ തൃശ്ശൂർ, ബി മലപ്പുറം, സി വയനാട്, ഡി പാലക്കാട്. താഴെ തന്നിരിക്കുന്നതിൽ ഏത് ജില്ലയിലൂടെയാണ് ഭാരതപ്പുഴ ഒഴുകാത്തത്? ഉത്തരം സി വയനാട്. ഏത് നദിയുടെ ഉത്ഭവസ്ഥാനമാണ് ആനമല? എ ഭാരതപ്പുഴ, ബി പമ്പ, സി പെരിയാർ, ഡി ചാലിയാർ. ഏത് നദിയുടെ ഉത്ഭവസ്ഥാനമാണ് ആനമല? ഉത്തരം എ ഭാരതപ്പുഴ. ഗായത്രിപ്പുഴ, കണ്ണാടിപ്പുഴ, കൽപ്പാത്തിപ്പുഴ, തൂത്തുപുഴ ഇവ ഏതു നദിയുടെ പ്രധാന പോഷക നദികളാണ്? എ ചാലക്കുടിപ്പുഴ, ബി മഞ്ചേശ്വരം പുഴ, സി പെരിയാർ, ഡി ഭാരതപ്പുഴ. ഗായത്രിപ്പുഴ, കണ്ണാടിപ്പുഴ, കൽപ്പാത്തിപ്പുഴ, തൂത്തുപുഴ ഇവ ഏതു നദിയുടെ പ്രധാന പോഷക നദികളാണ്? ഉത്തരം ഡി ഭാരതപ്പുഴ. സൈലന്റ് വാലി ദേശീയോദ്യാനത്തിലൂടെ ഒഴുകുന്ന പുഴയാണ് കുന്തിപ്പുഴ. ഏത് നദിയുടെ പോഷക നദിയാണ് കുന്തിപ്പുഴ? എ കൽപ്പാത്തിപ്പുഴയുടെ, ബി തൂത്തുപുഴയുടെ, സി കട്ടപ്പനയാറിൻ്റെ, ഡി ചെറുതോണിയാറിൻ്റെ. സൈലന്റ് വാലി ദേശീയോദ്യാനത്തിലൂടെ ഒഴുകുന്ന പുഴയാണ് കുന്തിപ്പുഴ. ഏത് നദിയുടെ പോഷക നദിയാണ് കുന്തിപ്പുഴ? ഉത്തരം ബി തൂത്തുപുഴയുടെ. ഭാരതപ്പുഴ അറബിക്കടലിൽ പതിക്കുന്നത് എവിടെ വച്ചാണ്? എ അടിമാലി, ബി പൊന്നാനി, സി ആലുവ, ഡി ചേർത്തല. ഭാരതപ്പുഴ അറബിക്കടലിൽ പതിക്കുന്നത് എവിടെ വച്ചാണ്? ഉത്തരം ബി പൊന്നാനി. കാഴ്ചയെ സ്വാധീനിക്കുന്ന ജീവകം ഏത്? എ വൈറ്റമിൻ എ, ബി വൈറ്റമിൻ ബി, സി വൈറ്റമിൻ സി, ഡി വൈറ്റമിൻ ഡി. കാഴ്ചയെ സ്വാധീനിക്കുന്ന ജീവകം ഏത്? ഉത്തരം എ വൈറ്റമിൻ എ. ഹിരോഷിമയിലും നാഗസാക്കിയിലും ആറ്റം ബോംബ് വർഷിക്കപ്പെട്ട സമയത്ത് രൂപം കൊണ്ട മേഘപടലങ്ങൾ. എ മഷ്റൂം മേഘങ്ങൾ, ബി ക്ലൗഡ് സ്ട്രീറ്റ്സ്, സി ഫോഗ്, ഡി എയർ പോക്കറ്റുകൾ. ഹിരോഷിമയിലും നാഗസാക്കിയിലും ആറ്റം ബോംബ് വർഷിക്കപ്പെട്ട സമയത്ത് രൂപം കൊണ്ട മേഘപടലങ്ങൾ. ഉത്തരം എ മഷ്റൂം മേഘങ്ങൾ. ലോകത്തിലെ ഏറ്റവും വലിയ കനാൽ ഏത്? എ പനാമ കനാൽ, ബി സൂയസ് കനാൽ, സി ഗ്രാൻഡ് കനാൽ, ഡി ആഗ്ര കനാൽ. ലോകത്തിലെ ഏറ്റവും വലിയ കനാൽ ഏത്? ഉത്തരം സി ഗ്രാൻഡ് കനാൽ. മനുഷ്യ ശരീരത്തിലെ ഉപരിതല വിസ്തീർണം കൂടിയ അവയവം ഏത്? എ വൃക്ക, ബി കരൾ, സി തലച്ചോറ്, ഡി ശ്വാസകോശം. മനുഷ്യ ശരീരത്തിലെ ഉപരിതല വിസ്തീർണം കൂടിയ അവയവം ഏത്? ഉത്തരം ഡി ശ്വാസകോശം. ഇന്റർനാഷണൽ ടെലികമ്മ്യൂണിക്കേഷൻ യൂണിയന്റെ ആസ്ഥാനം എവിടെയാണ്? എ ഫ്രാൻസ്, ബി ന്യൂയോർക്ക്, സി സ്വിറ്റ്സർലാൻഡ്, ഡി ബ്രിട്ടൻ. ഇന്റർനാഷണൽ ടെലികമ്മ്യൂണിക്കേഷൻ യൂണിയന്റെ ആസ്ഥാനം എവിടെയാണ്? ഉത്തരം സി സ്വിറ്റ്സർലാൻഡ്. ഇന്ത്യൻ രൂപയുടെ ചിഹ്നം ഔദ്യോഗികമായി അംഗീകരിച്ച ദിവസം എന്ന്? എ 2002 ഓഗസ്റ്റ് 15, ബി 2010 ജൂലൈ 15, സി 2019 ജൂൺ 15, ഡി 2019 ഓഗസ്റ്റ് 15. ഇന്ത്യൻ രൂപയുടെ ചിഹ്നം ഔദ്യോഗികമായി അംഗീകരിച്ച ദിവസം എന്ന്?
ഉത്തരം ബി 2010 ജൂലൈ 15. ലോകത്തിലെ ആദ്യത്തെ സങ്കര ഇനം തെങ്ങിൻ തോട്ടം സ്ഥിതി ചെയ്യുന്ന പ്രദേശം ഏത്? എ നീലേശ്വരം, ബി മണ്ണുത്തി, സി തൊടുപുഴ, ഡി കുട്ടനാട്. ലോകത്തിലെ ആദ്യത്തെ സങ്കര ഇനം തെങ്ങിൻ തോട്ടം സ്ഥിതി ചെയ്യുന്ന പ്രദേശം ഏത്? ഉത്തരം എ നീലേശ്വരം. കാറ്റിൻ്റെ രാജ്യം എന്നറിയപ്പെടുന്ന രാജ്യം ഏത്? എ മെക്സിക്കോ, ബി സ്വീഡൻ, സി അമേരിക്ക, ഡി ഡെൻമാർക്ക്. കാറ്റിൻ്റെ രാജ്യം എന്നറിയപ്പെടുന്ന രാജ്യം ഏത്? ഉത്തരം ഡി ഡെൻമാർക്ക്. ലോക രക്തദാന ദിനം എന്ന്? എ ജൂൺ 14, ബി ജൂലൈ 14, സി ഒക്ടോബർ 2, ഡി ജൂൺ 10. ലോക രക്തദാന ദിനം എന്ന്? ഉത്തരം എ ജൂൺ 14. വ്യവസായ വിപ്ലവം ആദ്യം ആരംഭിച്ച രാജ്യം ഏത്? എ റഷ്യ, ബി ഇംഗ്ലണ്ട്, സി ഫ്രാൻസ്, ഡി അമേരിക്ക. വ്യവസായ വിപ്ലവം ആദ്യം ആരംഭിച്ച രാജ്യം ഏത്? ഉത്തരം ബി ഇംഗ്ലണ്ട്.